അതെനിക്ക് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇല്ല. അല്ല, നിങ്ങളല്ലേ പറയുന്നേ കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞു എന്ന്, അത് നിങ്ങളങ്ങ് വരുത്തി തീർത്തോളൂ. ഇനി ഞങ്ങള് ജയിപ്പിക്കേയില്ല. ഈ സ്ത്രീ ഇനി വരുമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ നിയന്ത്രണം വിട്ടോ. എല്ലാം ശരിയാക്കിയെന്ന് വീണ ജോർജ് മന്ത്രി എത്ര ആണയിട്ട് പറഞ്ഞാലും ആശാപ്രവർത്തകർക്ക് ഒന്നടങ്കം പറയാൻ ഇത്രയേ ഉള്ളൂ: മതി, ചെയ്തെടുത്തോളം. പോയതുപോലെ മന്ത്രി ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തി. ഇതാണ് ഇവരുടെ അരിശം കൂടാൻ കാരണം. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയെ കാണാനെന്ന് പറഞ്ഞ് വണ്ടി കയറിയതാണ് വീണ ജോർജ്. കാണാനായില്ല എന്ന് മാത്രമല്ല, അത് ചോദ്യം ചെയ്ത മാധ്യമങ്ങളെ പഴിച്ചു. കൂടിക്കാഴ്ചയ്ക്ക് അപ്പോയിന്റ്മെന്റ് തേടിയത് എന്നാണ് എന്ന ചോദ്യവുമായി മാധ്യമപ്രവർത്തകരെത്തി. അത് ആരോഗ്യമന്ത്രിക്ക് അത്ര പിടിച്ചില്ല. ഏഷ്യൻ ന്യൂസിന്റെ പേരെടുത്ത് പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല, ഞാൻ അങ്ങ് ജനങ്ങളെ ബോധിപ്പിച്ചു കൊള്ളാം എന്നാണ് മന്ത്രി പറയുന്നത്. എനിക്ക് സ്വന്തമായി സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ട് എന്നും മന്ത്രി പറയുന്നുണ്ട്. വീണ്ടും വീണ്ടും മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നാണ് കേന്ദ്രമന്ത്രിയെ കാണാൻ അപ്പോയിന്റ്മെന്റ് തേടിയത് എന്ന്. അനുമതി തേടിയതാണോ ഞാൻ ചെയ്ത തെറ്റ് എന്നാണ് മന്ത്രിയുടെ മറുചോദ്യം. 18-നാണോ അപ്പോയിന്റ്മെന്റ് തേടിയത് എന്ന ചോദ്യം വീണ്ടും മാധ്യമങ്ങൾ ആവർത്തിച്ചു. അപ്പോൾ മന്ത്രിക്ക് മറുപടിയില്ല. എന്നാണ് കേന്ദ്രമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റ് എടുത്തത് എന്ന് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറയാൻ പറ്റില്ലത്രേ. അത് എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ജനങ്ങളോട് ഞാൻ പറയുമത്രേ. മന്ത്രി വീണ എത്രയൊക്കെ മൗനം കാണിച്ചാലും കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് ഈ വിഷയത്തോട് പ്രതികരിച്ചിട്ടുണ്ട്.